السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. والفجر وليال عشر. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസീത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവനെ കീഴൊതുങ്ങുന്ന ജീവിതം ജീവിക്കുന്ന അവന്റെ സച്ചരിതരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വലിയ ഓട്ടത്തിലാണ് നാം ഏവരും ഉള്ളത്. നമ്മുടേതായ ഉപജീവനങ്ങൾ അത് ഏറ്റവും പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലപ്പോഴും മനുഷ്യരുള്ളത്. എന്തുണ്ടെങ്കിലും അതൊക്കെ സ്വന്തം സ്വപ്നങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ പ്ലാനുകളും നമുക്ക് ഇവിടെ ആവശ്യമായ നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുമൊക്കെ പൂർത്തിയാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ നാം ഏവരും ഓരോ ദിവസവും നമ്മുടെ അജണ്ടകൾക്ക് ഒന്നിന് പിറകെ ഒന്നായിക്കൊണ്ട് ഓടുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ചെയ്യാൻ നമുക്ക് മറ്റു പലതും ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ ഒരു നീക്കുപോക്കുകൾക്കിടയിൽ പലപ്പോഴും മനുഷ്യർ, പ്രത്യേകിച്ചും വിശ്വാസികൾ, മറന്നു പോകുന്ന ഒന്നാണ് സ്വന്തം മരണം. മരണത്തെ പോലും മറന്നുകൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിലെ സുഖത്തിനും സൗകര്യങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരെ കാണാൻ കഴിയും. എന്നാൽ ചില മരണ വാർത്തകൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കാറുണ്ട്. നമ്മെ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുടെ വേർപാട് പോലും നമ്മെ കുറഞ്ഞ ദിവസങ്ങൾക്കോ കുറഞ്ഞ മണിക്കൂറുകൾക്കോ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ടാവും. അത്തരം മരണ വാർത്തകൾ ഈ അടുത്ത് കേട്ട ഒന്നാണ്. ഒരു വ്യക്തി, അദ്ദേഹം നാട്ടിൽ വലിയ രൂപത്തിലുള്ള കടബാധിതനായിക്കൊണ്ട് വിദേശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ശേഷം പ്രവാസിയായിക്കൊണ്ട് അവിടെ നാട്ടിലുള്ള കടം വീട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെ ചെറിയ എന്തോ ഒരു ജോലിയുമായി തട്ടിക്കൂട്ടി മുന്നോട്ട് പോവാണ്. ആ ജോലിയിൽ നീങ്ങുന്നതിനിടയ്ക്കാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത എല്ലാവരും കേട്ടത്. അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത നാട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു. ചെറിയൊരു മോൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പൊ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ആദ്യം സഹിക്കാൻ വയ്യാതെ പിന്നീട് വിളിച്ചപ്പോൾ ഭാര്യയോട് ചോദിച്ചു, മയ്യത്ത് എന്താണ് ചെയ്യേണ്ടത്? നാട്ടിലേക്ക് കൊണ്ടുവരണോ അതോ ഇവിടെ മറമാടിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോ അതിന് ചെലവ് എത്രയാവും എന്ന് തിരിച്ചു ചോദിച്ചു. തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ചെലവാണ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഉണ്ടാവുക എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ തന്നെ മറമാടിയാൽ മതി എന്ന് തിരിച്ചു മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം.
ആലോചിച്ചു, ജീവിതത്തിലെ ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന് വേണ്ടി ഓടിയ അവസാനം ദുനിയാവിലെ ജീവിതം പോലും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ മനുഷ്യരായി നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അന്ന് രാവിലെ ഖബർ കുത്തുന്ന പണിയുള്ള ഒരു വ്യക്തി രാവിലെ കുത്തിയ ഖബറിൽ വൈകിട്ട് അദ്ദേഹത്തെ തന്നെ കൊണ്ടുപോയി വെക്കേണ്ടി വരുന്ന വളരെ നിസ്സഹായമായ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വേർപാടാണ് പലപ്പോഴും ഇങ്ങനെ നമ്മെ ചിന്തിപ്പിക്കാറുള്ളത്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോൾ ഒക്കെ മരണപ്പെട്ടു പോകുന്ന ഒരുപാടധികം വാർത്തകളുണ്ട്. സഹോദരങ്ങളെ, നമുക്കും ഒരു മരണം വരാനുണ്ട്. ആ മരണശേഷം നമുക്കൊക്കെ ഇപ്പോഴൊരു പേരുണ്ടാവും. ആ പേരല്ല പിന്നെ നമ്മൾ വിളിക്കപ്പെടുക. നമുക്കുള്ള പേര് നമുക്ക് അന്യമായി തീരും. മയ്യത്തെടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ എന്ന ചോദ്യമായിരിക്കും പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് സ്വന്തം പേര് പോലും നമ്മൾ കൊണ്ടുപോകാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഏവരും ഉള്ളത്. അവിടെ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല അജണ്ടകളും, നമ്മുടെ പ്ലാനുകളും, നമ്മുടെ സ്വപ്നങ്ങളും, നമ്മുടെ ലക്ഷ്യങ്ങളും ഒന്നും സാധൂകരിച്ചോ ഇല്ലയോ എന്നതൊരു ചോദ്യമേ അല്ല. എന്തുണ്ട് കയ്യിൽ, നമ്മുടെ അമലുകളായിക്കൊണ്ട് എന്തുണ്ട് കയ്യിൽ എന്നത് മാത്രമാണ് അവിടെ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ദുനിയവിയായ ലോകം എന്നത് സന്തോഷ സന്താപ സമ്മിശ്രമാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഇവിടെയുള്ള ഒരു സന്തോഷവും അതൊന്നും അതിന്റെ പൂർണ്ണതയല്ല. ഒരു സങ്കടവും അത് എപ്പോഴും സങ്കടമായിക്കൊള്ളണമെന്നില്ല. മറിച്ച് ഈ സന്തോഷവും ഈ സങ്കടവും ഇത് തന്ന അള്ളാഹുവിനുള്ള നന്ദിയായിക്കൊണ്ട്, നന്ദി സൂചകമായി എത്രത്തോളം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നാളെ നമ്മുടെ പദവികൾ ഉണ്ടാവുക എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെയുള്ള എന്ത് ചെറിയ ടെൻഷൻ ആവട്ടെ, എന്ത് വേദനകളാവട്ടെ, വിഷമങ്ങളാവട്ടെ, പല രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾക്കൊക്കെ അറുതി വരുന്ന ഒരു ലോകമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രയാസങ്ങളും ടെൻഷനും വേദനയും ദുഃഖവും സങ്കടവും ഒന്നുമില്ലാത്ത, അങ്ങനെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത സ്വർഗീയമായ അനുഭൂതികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർക്ക് ഖുർആനിന്റെ കൽപ്പനകൾ, റസൂലിന്റെ സുന്നത്തുകളൊക്കെ അത്രമേൽ നെഞ്ചേറ്റി അതിനുവേണ്ടി ഓടുന്ന ആളുകളായിരുന്നു അവർ. അവർക്ക് ദുനിയാവിന്റെ അജണ്ടകൾ അത് രണ്ടാമതായിരുന്നു. സ്വന്തം പരലോകത്തേക്ക് വേണ്ടി, സ്വന്തം ഖബറിലേക്ക് വേണ്ടി എന്തൊരുക്കി വെക്കപ്പെട്ടു എന്നതായിരുന്നു അവരുടെയൊക്കെ ചിന്ത. ഖുർആൻ പറയുന്ന പോലെ നിങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക എന്ന ഖുർആനിന്റെ കൽപ്പന ഏറ്റെടുത്ത ആളുകൾ. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് കീഴൊതുക്കാൻ എന്ന ലക്ഷ്യത്തിൽ മുന്നേറുന്ന മുൻഗാമികളാണ് നമ്മുടെ മാതൃകകൾ. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു, അനസ്റാഹിനോട് വലിയ ചരിത്രം അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നത് കണ്ടപ്പോൾ അനസ്റാഹിനോട് ചോദിച്ചു, അനസ് താങ്കൾ എങ്ങോട്ടാണ് ഓടുന്നത്? അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്. ഉഹുദിന്റെ താഴ്വാരത്തിൽ നിന്നും സ്വർഗത്തിന്റെ പരിമളം അതിന്റെ മൂക്കിലേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പിന്നെ ഞാൻ എങ്ങനെ ഓടാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിന്റെ മണം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധകാലത്തിലേക്ക് ചാടിയിറങ്ങിയ സ്വഹാബിമാരാണ് നമ്മുടെ മാതൃക. സഹോദരങ്ങളെ, നമ്മൾ അത്രയൊന്നും ആലോചിക്കേണ്ടതില്ല. മറിച്ച് എന്നും രാവിലെ സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ ആ സുബഹിയുടെ ബാങ്കിൽ ഹയ്യ അലൽ ഫലാഹ് അസ്വലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിജയത്തിലേക്ക് വരിക. അസ്വലാത്തു ഖൈറു മിനൻ നൗം, നൗമിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ സ്വലാത്താണ് കേട്ടോ എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് ആ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് ആ സ്വർഗത്തിലേക്കുള്ള വിളിയാണിത് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഈമാനികമായ ഒരു ഊർജം വരുന്നുണ്ടോ? മഴയാണ്, തണുപ്പാണ്, പ്രയാസങ്ങൾ ഉണ്ടാവും, എങ്കിൽ പോലും പള്ളിയിലേക്ക് പോവുക എന്നതും സ്വന്തം ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നാളെ പരലോകത്ത് ശ്രേഷ്ഠകരമായ പദവിയിൽ എത്താൻ കഴിയൂ എന്ന ബോധ്യവും നമുക്കുണ്ടാവുന്നുണ്ടോ എന്ന ചോദ്യമാണ് നാം ഇവരെ ചോദിച്ചു നോക്കേണ്ടത്. സഹോദരങ്ങളെ, ആയുസ് വളരെ ചെറുതാണ്. ഈ ഉമ്മത്തിന്റെ ആയുസ് എന്നത് 60-നും 70-നും ഇടയിലാണെന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. ആ ചുരുങ്ങിയ ആയുസ്സിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. നമ്മുടെ മുൻ സമുദായങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജനതയുടെ ആയുസ് അത് 980-ഉം 1000-ഉം ഒക്കെ വർഷങ്ങളായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് അത്തരം വർഷങ്ങളില്ല. കുറഞ്ഞ ചില മാസങ്ങളോ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വിളി വരിക എന്ന് അറിയപ്പെടാത്ത രൂപത്തിൽ മാക്സിമം 70, അതിനപ്പുറം എന്ത് കിട്ടിയാലും അതൊക്കെ ബോണസായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്നാൽ ഈ ചുരുങ്ങിയ ആയുസ്സിൽ തന്നെ നമുക്ക് നേടിയെടുക്കാനുള്ള ഒരുപാടധികം നല്ല കർമ്മങ്ങൾ, ഒരുപാടധികം സൽഗുണങ്ങൾ, നാളെ പരലോകത്ത് നമുക്ക് വലിയ രൂപത്തിലുള്ള സന്തോഷമായി തീരുന്ന വലിയ നേട്ടങ്ങൾ നേടാനുള്ള ഒരുപാട് വ്യവസ്ഥകളും അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. കുറഞ്ഞ ആയുസ്സേ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് ഉണ്ടാവൂ എന്നത് അറിഞ്ഞതുകൊണ്ട് തന്നെ അള്ളാഹു ചില പ്രത്യേകമാക്കപ്പെട്ട ചില സ്ഥലങ്ങളും ചില കർമ്മങ്ങളും ചില സമയങ്ങളും ചില പ്രാർത്ഥനകളും ഒക്കെ ഇവിടെ വ്യവസ്ഥയാക്കപ്പെട്ടിട്ടുണ്ട്. മറിച്ചു ചില പ്രത്യേക സ്ഥലങ്ങൾ, മസ്ജിദുൽ ഹറം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസ്, ഇതൊക്കെ പ്രത്യേക സ്ഥലങ്ങളാണ്. പുണ്യങ്ങൾ ഏറെയുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ട ചില സ്ഥലങ്ങൾ. അതുപോലെ ചില സമയങ്ങൾ, വെള്ളിയാഴ്ച ദിവസം,
പ്രത്യേകമായ സമയമാണ്. 2 പെരുന്നാളുകൾ, അറഫ ദിനം, ഒരുപാടധികം ശ്രേഷ്ഠതയേറിയ സമയങ്ങളാണ്. അതുപോലെ തന്നെ കർമ്മങ്ങൾ, എല്ലാ നമസ്കാരവും ഒരുപോലെയല്ല. എല്ലാ റവാത്തിബ് സുന്നത്ത് നമസ്കാരം പോലും ഒരുപോലെയല്ല. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം, ആ 2 റക്അത്ത് റവാത്തിബിന് മറ്റ് റവാത്തിബിനേക്കാളേറെ ശ്രേഷ്ഠത അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ റവാത്തിബ് 2 റക്അത്ത് നമസ്കരിക്കുന്ന ആളുകൾക്ക് ആകാശവും ഭൂമിയും അതിനിടയിലുള്ള സകലതും നേടിയെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം എന്നാണ് പറയുന്നത്. ആലോചിച്ചു, നമ്മളൊക്കെ ആ റവാത്തിബിന്റെ കാര്യത്തിൽ എത്രത്തോളം അശ്രദ്ധരാണ്. ആ റവാത്തിബിൽ ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും ചൊല്ലണമെന്നും സുന്നത്താണ്. ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ പോലും ശ്രേഷ്ഠമാക്കപ്പെട്ട് കൽപ്പിക്കപ്പെട്ടത് അത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ അടങ്ങുന്ന ഈ സമുദായത്തിലെ കുറഞ്ഞ ആയുസ്സുള്ള ആളുകൾക്ക് ഒരുപാടധികം നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ചില വ്യവസ്ഥകളായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചതാണത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യവസ്ഥയാക്കപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസം ഏറെ ശ്രേഷ്ഠതയേറിയ ഒരു മാസം. 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ്ജ. ആ ദുൽഹിജ്ജയിലെ തന്നെ ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട പകലുകളിലൂടെയാണ് നാം ഇവരും കടന്നു പോകുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ് ദുൽഹിജ്ജയുടെ. ഇനി ഈ ദിവസങ്ങൾ മുന്നോട്ട് പോയി ആദ്യത്തെ ഈ 10 തീരുന്നത് വരെയും നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള, വലിയ പുണ്യങ്ങൾ നേടാനുള്ള അവസരമായിക്കൊണ്ട് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജിലെ 28ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. നിങ്ങൾ അള്ളാഹുവിന്റെ നാമത്തെ പ്രകീർത്തിക്കുക. ഫി അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ പറയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ സഹാബിയായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം പറയുന്നുണ്ട് ഈ അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഫജ്റിൽ ഇവിടെ ആമുഖത്തിൽ ഓതി വെച്ച വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 രാത്രികൾ എന്ന് പറഞ്ഞത് ഈ 10 രാവുകളും ഇത് ഈ 10 പകലുകളുടെ രാവുകളെ പറ്റിയാണ് പറയുന്നത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിരുന്നുണ്ട്. അത്രമേൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഇനി അതിന്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് അള്ളാഹു റസൂൽ വിശദീകരിച്ച് നമുക്ക് തരുന്നുണ്ട്. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയാണ് ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ അയ്യാമുൽ അശ്ർ, ഈ 10 ദിവസങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദേഹം ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഈ 10 ദിവസങ്ങൾക്കുള്ള ശ്രേഷ്ഠത നമ്മൾ അറിയുകയാണെങ്കിൽ എത്രത്തോളം റമളാനിലെ അവസാനത്തെ 10 പകലുകൾ, ആ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകൾ. ആലോചിച്ചു സഹോദരങ്ങളെ, റമളാനിലെ അവസാനത്തെ 10 നമ്മളെല്ലാം എത്രമേൽ ഒരുങ്ങുന്നതാണ്. ആ അവസാനത്തെ 10 വേണ്ടി കുടുംബം ഒന്നിച്ച് ഉറക്കമൊഴിച്ചെല്ലാം നമ്മൾ കാത്തിരിക്കുന്ന ആ അവസാനത്തെ 10 പകലുകളെക്കാൾ ശ്രേഷ്ഠമാണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുൽഹിജ്ജയിലെ പകലുകൾ. എന്നാൽ അവസാനത്തെ 10 രാത്രികളാണ് ദുൽഹിജ്ജയിലെ ഈ രാത്രികളെക്കാൾ ശ്രേഷ്ഠമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ അത്രമേൽ റമളാനിലേക്കാൾ ശ്രേഷ്ഠമായ ഒരു പകലിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ആ മരണമുണ്ട് എന്ന് കണ്ടെത്തി അതിനുവേണ്ടി ഒരുങ്ങി നടക്കുന്ന നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. അറഫയാവട്ടെ 1000കണക്കിന് ദിനങ്ങൾ പോലെ. ഈ ദിനങ്ങൾ, ഇപ്പൊ നമ്മൾ പോകുന്ന ഈ ദിനങ്ങൾ 1000 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ദിനങ്ങളിൽ അലസമായി മുന്നോട്ട് നീങ്ങാൻ കഴിയുക? എല്ലാ ദിവസത്തെയും പോലെ, എല്ലാ വെള്ളിയാഴ്ചയിലും പോലെ ഒരു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നു എന്ന് ചിന്തിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഇതൊരിക്കലും എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക? അതുകൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠതയെ നമ്മൾ നന്നായി അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്നുണ്ട്, ഈ 10 ദിവസങ്ങൾ, ഈ 10 ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രത്യേകതയാണ്, ശ്രേഷ്ഠമായ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന ദിവസമാണ്. അതെല്ലാം ഇജ്തിമാ ചെയ്യുന്ന, ഒന്നിക്കുന്ന ദിവസമാണ് ഇത് എന്ന് അല്ലാഹു റസൂല് പറയുന്നുണ്ട്. ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, അടിസ്ഥാനപരമായ എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന ദിവസങ്ങളാണിത്. ഉമ്മഹാത്തു ത്വാഅത്ത്, ഇബാദത്തുകളുടെ മാതാക്കളാണ് യഥാർത്ഥത്തിൽ ഈ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കർമ്മങ്ങൾ, വിശ്വാസങ്ങൾ, ആരാധനകൾ, അതിൽപ്പെട്ടതാണ് നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ്. ഇതെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. ഇതെല്ലാം സമ്മേളിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമസ്കാരമല്ലേ ഈ സമയത്ത് നമ്മൾ നമസ്കരിക്കാറുണ്ട്, നമ്മൾ നോമ്പ് നോൽക്കുന്നില്ലേ? നോമ്പ് എല്ലാ സമയത്തെയും പോലെ തന്നെ ഇപ്പോഴും തന്നെ പ്രത്യേകമാക്കപ്പെട്ട നോമ്പുകളുണ്ട്. അറഫ നോമ്പ് വരാനിരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകമാക്കപ്പെട്ട നോമ്പുകളാണ്. ഇനി ദാനധർമ്മങ്ങൾ, സ്വതത്തെ എപ്പോഴും നമുക്ക് ചെയ്യാം. എന്നാൽ ഈ പകലുകളിൽ ചെയ്യുന്ന സ്വതത്തെയാവട്ടെ വലിയ ശ്രേഷ്ഠകരമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നു. ഹജ്ജ്,
മറ്റൊരു സമയത്തും ഇല്ലാത്ത പ്രത്യേകതയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ഈ ദുൽഹിജ്ജയിലാണുള്ളത് എന്നത്. ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും വലിയ പവിത്രത തന്നെ ഈ ഹജ്ജ് കർമ്മങ്ങൾ, ബലിയടക്കമുള്ള മറ്റ് ആരാധനകളും ഒക്കെ ഈ സമയത്താണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ ആരാധനകളും സമ്മേളിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇതിന്റെ ശ്രേഷ്ഠതകൾ ഏറുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹാജിമാർ മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, മസ്ജിദുൽ ഹറമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചു കഴിഞ്ഞു. മക്കയിൽ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവിടെ അവർ ആരാധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അവരുള്ളത്. അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി യാത്ര പോയിട്ടുള്ള ഇവിടെ നമ്മൾ നാട്ടുകാരായ നമ്മൾ അവർക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഹീദ്, അള്ളാഹു ഏകനാണ് എന്ന വഹദാനിയത്ത് അത് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന ലബ്ബൈകകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റൊരു സമയത്തും മറ്റൊരു 10 ദിവസങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകതകളാണ് ഇതെല്ലാം ഉള്ളത്. ഇതെല്ലാം സമ്മേളിക്കുന്ന ഒരു സമയം. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങൾക്ക് വലിയ പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് ഹജ്ജിന്റെ ഭാഗമായി അവർ ചെയ്യുന്നത്? ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് ദുൽഹജ്ജ് 2-ആണ്. ദുൽഹജ്ജ് 8-ന് യൗമു തർദിയ എന്ന് പറയുന്ന ആ ദിവസത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് തുടക്കമാകുന്നത്. ദുൽഹജ്ജ് 9-ന് യൗമു അറഫ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യൗമു അറഫ എന്നത് കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മളിലേക്ക് വരുന്ന അറഫ ദിനം. അറഫ ദിനത്തിലെ പ്രത്യേകത അത് ഹജ്ജിന്റെ ഭാഗമായി നിർബന്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ റുക്കുനുകളിൽപ്പെട്ടതാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത്. അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന അറഫ. അതിപ്പോ അറഫയിലല്ലേ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള കുറേയേറെ കർമ്മങ്ങൾ അറഫയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അറഫ ദിനം അതിന്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു നരകമോചനത്തിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് അറഫ ദിനം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദാസന്മാരോട്, അള്ളാഹുവിന്റെ അടിമകളോട് ഏറ്റവും അടുത്ത് വന്ന് അവരോട് മലക്കുകളോട് അവരെ പറ്റി പ്രശംസ പറയുന്ന സമയമാണ് അറഫ ദിനം. അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ് അറഫ ദിനത്തിലെ സമയങ്ങൾ. യൗമ അറഫയിലെ അടുത്ത വെള്ളിയാഴ്ച ദിവസത്തിലെ ആ പകൽ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും അധികം ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നുണ്ട്, നോമ്പ്, അറഫയിലെ നോമ്പ്. അറഫ ദിനത്തിൽ നമ്മൾ ഇവിടെ ഹാജിമാർക്ക് ഐക്യദാർഢ്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം നമ്മൾ ഇവിടെ നോമ്പ് നോൽക്കാനാണ് നമ്മളോട് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും പ്രബലമായ സുന്നത്താണ്. ആ നോമ്പ് നോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാപമോചനത്തിനുള്ള വലിയ അവസരമാണ് എന്നും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മുൻകഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള ഒരു അവസരമാണ് അടുത്ത വെള്ളിയാഴ്ചയിലെ ദുൽഹിജ്ജ 9-ലെ അറഫ ദിനത്തിലെ നോമ്പ് നോൽക്കുക എന്നത്. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ഉണ്ടാവും, എവിടെയാണ് അറഫ, എന്നാണ് അറഫ? നമ്മൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ് 9, ആ ദുൽഹജ്ജ് 9-ന് അന്ന് തന്നെയാണ് അറഫ നോക്കേണ്ടത്. നമുക്കിവിടെ അറഫ നോമ്പ് നിശ്ചയിച്ചിട്ടുള്ളത് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജ 9 ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും സഹോദരങ്ങളെ നോമ്പ് എടുത്തുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത്. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥന ഏറ്റവും അധികം സ്വീകരിക്കപ്പെടാൻ കാരണമാവുന്ന, നരകമോചനത്തിന് സാധ്യത ഏറെയുള്ള, അള്ളാഹു അവന്റെ അടിമകളിലേക്ക് അടുത്തു വരുന്ന, അല്ലെങ്കിൽ നമുക്ക് പാപമോചനത്തിന് തൊട്ട് മുമ്പുള്ള ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കപ്പെടുമെന്ന് കൽപ്പിക്കപ്പെട്ട ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നോമ്പ് നോൽക്കൽ വലിയ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ജൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തി ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക്, അമീറുൽ മുഅ്മിനീന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഉമർ, ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ആ ആയത്ത് ഇറങ്ങിയത് ഞങ്ങൾക്കായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇതൊരു വലിയ ആഘോഷമായി കൊണ്ടു നടക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഏതായത്താണ് താങ്കൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ അവർ സൂറത്തുൽ മാഇദയിലെ 4-ാമത്തെ ആയത്ത് അവർ ചൊല്ലി കൊടുക്കുന്നുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് തുടങ്ങുന്ന ആ ആയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഈ ആയത്ത് ഇത് എവിടെയാണ് ഇറങ്ങിയത് എന്നും എപ്പോഴാണ് ഇറങ്ങിയതെന്നും എന്താ അതിന്റെ ശ്രേഷ്ഠത എന്നും നിങ്ങളെക്കാൾ ഏറെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇത് ഉത്സവമാക്കും, ഇത് ആഘോഷമാക്കും എന്ന് പറഞ്ഞല്ലോ. ഈ ആയത്ത് എവിടെയാണ്, എന്നാണ് അവതരിപ്പിച്ചെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ആ ദിവസം ആഘോഷമാക്കും എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അത് ആഘോഷമാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത് ഓൾറെഡി ഇതൊരു ആഘോഷമാണ്, ഇതൊരു ഉത്സവമാണ്. കാരണം യൗമു അറഫ എന്നത് ഒരുപാട് ഇബാദത്തുകൾ സമ്മേളിക്കുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ യാതൊരു പ്രത്യേകത ഞങ്ങൾക്ക് വേറെ ഒരു ആഘോഷമാക്കി തരേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ ഇബാദത്തുകൾ കൊണ്ട്, ഞങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഞങ്ങൾ വലിയ രൂപത്തിൽ ഇതൊരു ഉത്സവമായി, ഇതൊരു ആഘോഷമായി കൊണ്ടു നടക്കുന്ന ദിവസങ്ങൾ തന്നെയാണിത് എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ഈ യൗമു അറഫയ്ക്ക് ശേഷം ദുൽഹജ്ജ് 10-നാണ് യൗമുൻ നഹർ, അല്ലെങ്കിൽ ബലിയുടെ ദിവസം എന്നറിയുന്ന, അറവിന്റെ ദിവസം എന്നറിയുന്ന ദിവസം. ആ ദിവസത്തിൽ ഹാജിമാർ അവിടെ അറവ് കൊടുക്കുന്നു, നമ്മൾ ഇവിടെ ഉദ്ഹിയ തറക്കുകയും ചെയ്യുന്നു. അതേ ദിവസം തന്നെയാണ് നമ്മുടെ ബലി പെരുന്നാൾ വരുന്നത്, അടുത്ത ശനിയാഴ്ച.
ഇങ്ങനെ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളെല്ലാം വലിയ രൂപത്തിലുള്ള ശ്രേഷ്ഠമായ ആരാധനകളെല്ലാം ഒന്നിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ അതിന്റെ പവിത്രതയും കൂടുതൽ തന്നെയാണ്. ഇനി ഈ ദിവസങ്ങളിൽ ഈ പകലുകളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ മഹത്വമോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ദിവസങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. മാ മിൻ അയ്യാമിൻ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബ ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ ആശർ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ 10 ദിവസങ്ങളിലാണെങ്കിലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാവുക എന്നും അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബിമാർക്ക്. അപ്പൊ സ്വഹാബിമാർ തിരിച്ചു ചോദിക്കേണ്ടത്, അള്ളാഹു റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഈ സമയത്താണെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ ചെയ്യുന്ന നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഇതൊക്കെ ഇഷ്ടമുള്ള കർമ്മങ്ങളായിരിക്കുമല്ലോ. പക്ഷേ വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയാണെങ്കിൽ, ധർമ്മസമരം ചെയ്യുകയാണെങ്കിൽ അവിടെ അതല്ലേ ഏറ്റവും പ്രാധാന്യം ഉണ്ടാവുക എന്ന് സംശയം ചോദിച്ചപ്പോ അള്ളാഹു റസൂൽ മറുപടി പറയുന്നുണ്ട്, അതെ, ജിഹാദ് പോലും ജിഹാദിനേക്കാളേറെ ശ്രേഷ്ഠതയേറിയതാണ് ഈ 10 ദിവസങ്ങൾ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത്. സഹോദരങ്ങളെ, അതിന് തുടർച്ചയായി റസൂൽ പറയുന്നുണ്ട്, എത്രത്തോളം ഒരു വ്യക്തി ജിഹാദിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ അവന്റെ ജീവനും അവന്റെ സമ്പത്തും നഷ്ടപ്പെട്ടാൽ അല്ലാതെ അതിനേക്കാളേറെ ശ്രേഷ്ഠമാണ് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്നുള്ളതാണ്. അത്രമേൽ പുണ്യകരം, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജിഹാദ് ചെയ്ത് ഒരാൾ രക്തസാക്ഷി ആയിട്ടില്ല എന്നതൊഴികെ, രക്തസാക്ഷിയാവാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഈ ഇരുത്തമാവട്ടെ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇരുത്തമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളാവട്ടെ, നോമ്പാവട്ടെ, ദിക്റുകളാവട്ടെ, ഇതൊക്കെ അതിനേക്കാൾ ശ്രേഷ്ഠകരമാണെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമാണ് ജിഹാദ്. ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്, പുണ്യകരമാണ് ജിഹാദ്. ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ് സഹോദരങ്ങൾ ഈ ദിവസത്തിൽ അലസരാവുക? ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. അത്രമേൽ ഗൗരവമേറിയ ദിവസങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ വെച്ചു, ഹജ്ജിന് 5, 6, 7, 8 ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഹാജിമാർ മക്കയിലേക്ക് പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ തുകയൊക്കെ റേറ്റ് ഓരോ ദിവസം കൂടി വരികയാണ്. ഹജ്ജിന് അത്രയും ചെലവുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ യാതൊരു ചെലവും ഇല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഹജ്ജിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ ചെയ്യാമെങ്കിൽ അത് ചെയ്യാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്തൊക്കെയാണ് പ്രത്യേകമായി ഈ സമയത്ത് ചെയ്യേണ്ടത്? ഒന്ന്, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. താബികളിൽപ്പെട്ട ശ്രേഷ്ഠന്മാരായ ആളുകൾ പറയാറുണ്ട്, സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് സൽക്കർമ്മങ്ങൾ അദ്ദേഹം ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ മനുഷ്യന്, ഇത്രയൊക്കെ സൽക്കർമ്മങ്ങൾ ഒരു ദിവസം ചെയ്യാൻ കഴിയുമെന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ അത് എത്രയാണോ കഴിയില്ല എന്ന് തോന്നുന്ന അളവ് വരുന്നത് അത്രത്തോളം അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അവരൊരു പരിധിയും അതിന് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 10 ദിവസങ്ങൾ അതിന്റെ ശ്രേഷ്ഠത കണ്ടെത്തിയത് കൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ യാതൊരു ലിമിറ്റും ഒരു പരിധിയും വെക്കാതെ സൽക്കർമ്മങ്ങളിൽ മുഴുകുമായിരുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നിയ്യത്ത് കൃത്യമാക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ എന്നും ചെയ്യുന്നത് തന്നെ ആയിരിക്കാം, പക്ഷെ അത് വളരെ ആത്മാർത്ഥമായി ഈ 10 ദിവസത്തിന്റെ ശ്രേഷ്ഠതയും പുണ്യവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടകരമാണ് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിയ്യത്ത് പ്രോപ്പർ ആക്കുക എന്നതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ 10 ദിവസത്തിന് പ്രത്യേകമായ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. ഇന്നിപ്പോ 2ാമത്തെ ദിവസത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഒരാഴ്ച നമുക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ യൗമു അറഫയുണ്ട്, പിന്നെ ബലിപെരുന്നാളും ഉണ്ടാവും, അതോടെ അവസാനിക്കുകയാണ്. ഈ 10 ദിവസങ്ങളെ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് ആവശ്യമായ സമയം ഇതിന് കണ്ടെത്താൻ കഴിയുക എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. പിന്നീട് നമ്മൾ ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ദിക്റുകളാണ്. തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെല്ലാം അധികരിച്ചുകൊണ്ട് നിരന്തരം ചൊല്ലുക എന്നതാണ്. മറ്റു സമയങ്ങളെക്കാൾ ഏറെ നമ്മളൊക്കെ എവിടെയാണെങ്കിലും, നമ്മൾ ജോലിയിലാവട്ടെ, യാത്രയിലാവട്ടെ, അടുക്കളയിലാവട്ടെ, നമ്മൾ ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മുടേതായ ലോകത്താവട്ടെ, അപ്പോഴൊക്കെ നാവിൻ തുമ്പത്ത് ദിക്റുകൾ വന്നുകൊണ്ടേയിരിക്കണം. ആ ദിക്റ് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ ഒരു ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ചൊല്ലുന്ന ഒരു പ്രകൃതി നമുക്കുണ്ടാവണം. എന്ന ഖുർആനിലെ വചനം ഏറ്റെടുത്തുകൊണ്ട് തക്ബീറുകൾ അധികരിപ്പിക്കുക. തക്ബീർ വലിയ പ്രത്യേകതകളുണ്ട്. ഈ ദുൽഹിജ്ജ ആദ്യമായി കഴിഞ്ഞാൽ, ദുൽഹിജ്ജ 10 തുടങ്ങിക്കഴിഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയവർ ഉറക്കെ തക്ബീറുകൾ ചൊല്ലാൻ തുടങ്ങും. അത് കേട്ടുകൊണ്ട് ആളുകളും, അവിടെ ഈ കച്ചവടത്തിന് വന്ന ആളുകൾ അല്ലാതെ അവരുടെ തിരക്കുകളില്ലാത്ത ആളുകളൊക്കെ അവരും തക്ബീറുകൾ ഏറ്റു ചൊല്ലും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ദുൽഹിജ്ജ ആദ്യമായി കഴിഞ്ഞാൽ മിനായിലേക്ക് പോകും. മിനായിൽ പോയി അവിടെയും ഉറക്ക തക്ബീർ ചൊല്ലും. ആ തക്ബീർ കേട്ട് അവിടെയുള്ള ആളുകളും അത് ഏറ്റു ചൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ നമസ്കാര ശേഷമുള്ള തക്ബീർ നമ്മളെല്ലാവരും ദുൽഹിജ്ജ അവസാനമാവുമ്പോൾ, ഈ 10ന്റെ അവസാനമാവുമ്പോൾ നമസ്കാര ശേഷം തക്ബീർ ചൊല്ലാറുണ്ട്. ഈ തക്ബീർ ഇപ്പോൾ ചൊല്ലേണ്ടതല്ല.
ഇപ്പോൾ നമ്മൾ സ്വന്തമായി ചൊല്ലേണ്ട തക്ബീറുകളാണ് ഇപ്പോൾ അധികരിപ്പിക്കേണ്ടത്. നമ്മൾ എവിടെയായിരുന്നാലും തക്ബീർ അല്ലാഹു അക്ബർ എന്ന കാര്യം അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ നമസ്കാര ശേഷം ഒന്നിച്ചു ചൊല്ലുന്ന തക്ബീർ അത് ദുൽഹിജ്ജ 9 അറഫ ദിനത്തിന്റെ അന്ന് ഫജ്ർ മുതൽ, അന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന് ഏറ്റവും അവസാനം ദുൽഹിജ്ജ 13ന്റെ അസ്ർ നമസ്കാരത്തോടുകൂടി അവസാനിപ്പിക്കേണ്ട രൂപത്തിലാണ് നമസ്കാര ശേഷം എല്ലാവരും ഒന്നിച്ചു ചൊല്ലേണ്ട ആ തക്ബീറുകൾ നമ്മൾ ചൊല്ലേണ്ടത്. ഇങ്ങനെ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നോമ്പുകൾ നോൽക്കുക. സുന്നത്ത് നോമ്പുകൾക്കുള്ള നല്ലൊരു അവസരമാണ് ഈ സമയങ്ങൾ. മറിച്ചു റമളാനിൽ നമ്മൾ എല്ലാവരും 30 നോമ്പ് പൂർണ്ണമായി നോറ്റ ആളുകളാണ്. ആ നോമ്പുകൾ നോക്കുമ്പോൾ നമുക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ നോമ്പുകൾ അത് സീസണലായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു റമളാനിൽ വരുമ്പോൾ മാത്രം എടുക്കേണ്ട ഒരു സാധനമല്ല നമ്മുടെ നോമ്പ് എന്ന സുന്നത്ത്. അത് എപ്പോഴും നമുക്ക് നോക്കാം. അല്ലാഹു റസൂൽ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ പറയുന്നുണ്ട്. ആശുറ നോമ്പുണ്ട്, താസുആ നോമ്പുണ്ട്, അതുപോലെ തന്നെ എല്ലാ മാസവും വരുന്ന 13, 14, 15 അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. ഇനി എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുകളുണ്ട്. ഇതൊക്കെ നമുക്ക് നോൽക്കാവുന്ന നോമ്പുകളാണ്. ഇത്തരം പ്രത്യേക ദിവസങ്ങൾ വരുമ്പോൾ നോമ്പ് നോൽക്കൽ നമ്മൾ പ്രത്യേകമായ ഒരു കർമ്മമായിക്കൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു. ഇനി അടുത്തൊരു തിങ്കളാഴ്ച വരുന്നുണ്ട്, അടുത്ത് വീണ്ടും ഒരു വ്യാഴാഴ്ച വരുന്നുണ്ട്. ഈ തിങ്കളും വ്യാഴവും ഒക്കെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ആ തിങ്കളും വ്യാഴവും എന്ന നോമ്പിന്റെ പുണ്യവും നമുക്ക് ലഭിക്കും, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠതയും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ 9 ദിവസം അല്ലെങ്കിൽ തിങ്കളും വ്യാഴവും എങ്കിലും നമ്മൾ നോമ്പ് നോൽക്കണം. ഏറ്റവും ചുരുങ്ങിയത് അടുത്ത വെള്ളിയാഴ്ച അറഫ ദിനത്തിന്റെ അന്ന് കുടുംബസമേതം നോമ്പ് നോൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അത് സുന്നത്തല്ലേ എന്ന് കരുതി നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ അത്രമേൽ പുണ്യകരമാക്കപ്പെട്ട സുന്നത്തായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണണം. മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത് തൗബയാണ്. പാപമോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി കുറച്ചു സമയം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊന്ന് നമസ്കാരമാണ്. നമസ്കാരത്തെ ഏറ്റവും ചിട്ടയായിക്കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പള്ളിയിലേക്ക് പോകുന്ന പുരുഷന്മാരായിക്കൊണ്ട്, അങ്ങനത്തെ മക്കളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, നമസ്കാരത്തിൽ തന്നെ റവാത്തിബും സുന്നത്ത് നമസ്കാരങ്ങളും ഒക്കെ അധികരിപ്പിക്കാനുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ദുഹാ നമസ്കാരം നമുക്ക് നമസ്കരിക്കാം. എന്നും രാവിലെ സുബഹി നമസ്കാരത്തിന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ളുഹ്ർ നമസ്കാരത്തിന് ഒരു 20 മിനിറ്റ് മുമ്പ് ഈ സമയത്തിനിടയ്ക്കൊക്കെ നമുക്ക് നിസ്കരിക്കാവുന്ന 2 റക്അത്ത് നമസ്കാരമാണ്. അത്രയും പുണ്യകരമാക്കപ്പെട്ട നമസ്കാരം. ഞാൻ പറഞ്ഞ ചില പുതിയ സുന്നത്തുകളൊക്കെ തുടങ്ങാനുള്ള ഒരു ശ്രദ്ധ കൂടി നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ഉണ്ടാവേണ്ട ഒരു ചിന്തയാണ് ഹജ്ജിനോടുള്ള ഒരു ആഗ്രഹം. ഹജ്ജിന്റെ സമയമാണിപ്പോ. ഹജ്ജിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ ആഗ്രഹമുണ്ട്. ഇതിൽ ഹാജിമാരായ ആളുകൾ ഉണ്ടാവും, ഹജ്ജിന് പോകാൻ ആഗ്രഹിച്ച് പോകാൻ കഴിയാത്ത ആളുകളും ഉണ്ടാവും. സഹോദരങ്ങളെ, എല്ലാവർക്കും കഴിവും സമ്പത്തും ശേഷിയുമുള്ള അവസരങ്ങളും എല്ലാവർക്കും പോകാൻ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് ഹജ്ജ് കർമ്മം. ആ ഹജ്ജ് പോകാനുള്ള ചില പ്ലാനിങ്ങുകളും നമ്മൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് സമ്പത്ത് വേണം, നമുക്ക് ശാരീരികമായ ശേഷി വേണം. ഇത് രണ്ടും ഉണ്ടാവുന്ന സമയം ഏതാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്ന ബുദ്ധിമാന്മാരായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്രമേൽ പുണ്യകരമാക്കപ്പെട്ട ഒരു സമയത്തായതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഉണ്ട്, ഹജ്ജല്ല അത് എനിക്ക് സാധിക്കില്ല, ഒരുപാട് സമ്പത്ത് വേണം, അല്ലെങ്കിൽ ആരോഗ്യം വേണം, അതൊന്നും ഇപ്പൊ കഴിയണ സംഗതിയല്ല എന്ന് പറഞ്ഞ് അതിനെ നെഗറ്റീവ് ആകുന്ന ആളുകളുണ്ട്. അതൊന്നും എനിക്ക് നടക്കില്ല, അത് മക്കത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മറിച്ച് അങ്ങനെയല്ല നമ്മൾ ബുദ്ധിയുള്ള വിശ്വാസികൾ ചിന്തിക്കേണ്ടത്. നമുക്കുണ്ടാവേണ്ട ബോധ്യം ഇത് അള്ളാഹുവിനിൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ്. ഞാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇഖ്ലാസോട് കൂടി ഈ കർമ്മത്തിലേക്ക് അടുത്തിറങ്ങുകയാണെങ്കിൽ, ഒരുങ്ങി ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു ഈ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കി തരും. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് സമ്പത്താണെങ്കിൽ, നമുക്ക് വേണ്ടത് ആരോഗ്യമാണെങ്കിൽ അത് തരാൻ കഴിയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അള്ളാഹു നീ എനിക്കൊരു കാര്യം തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല. നീ എങ്ങാനും അത് തടയാനാണ് തീരുമാനിക്കുന്നെങ്കിൽ അത് തരാനും ഒരാൾക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഹജ്ജ് കർമ്മം എന്നത് അതിനുള്ള ഒരു ആഗ്രഹം, അതിയായ ഒരു അഭിവാഞ്ച നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വീഡിയോ ഈ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ. ഒരു വ്യക്തി, ലിബിയയിലുള്ള ഒരു യുവാവ്, അദ്ദേഹം ഹജ്ജിന് വേണ്ടി പുറപ്പെടാണ്. അദ്ദേഹം പുറപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പേര് ആമിർ ഗദ്ദാഫി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട ചില കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇമിഗ്രേഷന്റെ ഭാഗത്ത് കുറെ സമയം എടുക്കുകയാണ്. അപ്പൊ കൂടെയുള്ള ബാക്കി എല്ലാവരും വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി പോവുകയും അദ്ദേഹം അവിടെ നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തിന് കുറച്ച് സമയം അധികം എടുത്തുകൊണ്ട് തന്നെ ഇനി താങ്കൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം യാത്ര പുറപ്പെടുകയാണ്. വിമാനം പുറപ്പെട്ടു, ഇദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല. വിമാനം യാത്ര തുടങ്ങി. അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ഇത്തവണ വിധിച്ചിട്ടുണ്ടാവില്ല, പോകാൻ കഴിയുന്നുണ്ടാവില്ല, സങ്കടപ്പെടേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാണ് ഞാൻ ഹജ്ജ് കർമ്മത്തിന് പോകാമെന്ന് ഈ തവണ നിയത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരും എന്ന് അദ്ദേഹം മറുപടി പറയാണ്. അങ്ങനെ വിമാനം ഉയർന്നു. കുറച്ച് പോയപ്പോൾ അതിനൊരു യന്ത്ര തകരാറുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ ചില കാരണങ്ങൾ റെഡിയാക്കാൻ വേണ്ടി വീണ്ടും താഴേക്ക് വരികയാണ്. ആ സമയത്ത് താഴെ വന്ന് പൈലറ്റിനോട് സംസാരിച്ചു. പൈലറ്റ് പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തെ കയറ്റാൻ കഴിയില്ല.
അപ്പൊ ആ സമയത്തും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട, ഇത്തവണ താങ്കൾക്ക് അത് വിധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിയ്യത്താക്കിയിട്ടുണ്ട് അള്ളാഹുലേക്ക്, അള്ളാഹുവെ എന്നെ ഈ തവണ ഹജ്ജ് ചെയ്യിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുമുണ്ട്. അതുകൊണ്ട് അള്ളാഹു എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു വഴി തുറന്നു തരും എന്ന് അദ്ദേഹം പറയുകയാണ്. ശേഷം വിമാനം വീണ്ടും പുറപ്പെട്ടു. അതിനുശേഷം വീണ്ടും കുറച്ച് പൊന്തിയപ്പോൾ അതിന് വീണ്ടും യന്ത്രത്തകരാർ സംഭവിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വീണ്ടും വന്നപ്പോൾ ആ പൈലറ്റ് വീണ്ടും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, താങ്കളുമായിട്ട് മാത്രമേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂട്ടി ആ വിമാനം നേരിട്ട് മക്കയിലേക്ക് പോയി എന്ന ഒരു വീഡിയോ ഈ സമയത്ത് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത എന്നത് അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായ വലിയ ആഗ്രഹമാണ് ഹജ്ജ് പോലുള്ള കർമ്മങ്ങൾക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ ആഗ്രഹം എത്രത്തോളമാണോ അതിനനുസരിച്ച് അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരും. ഒരു പ്രയാസവുമില്ലാതെ നമുക്കും ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലേക്ക് അള്ളാഹു പരിവപ്പെടുത്തി തരും എന്ന് ചിന്തിച്ചുകൊണ്ട് ഹജ്ജ് അടക്കമുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങിയിറങ്ങുക. ദുൽഹിജ്ജയിലെ പുണ്യങ്ങൾ അത് നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള ശ്രദ്ധയും താല്പര്യവും ഒക്കെ നമുക്കുണ്ടാവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ പുണ്യങ്ങളെ പറ്റി പുതിയ കാല പണ്ഡിതന്മാർ പറയുന്ന ചില കൗലുകളുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, റമളാനിലെ അവസാനത്തെ 10 ദിവസം സൽക്കർമ്മം പ്രവർത്തിക്കുന്നതിൽ പല ആളുകളും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 കുറിച്ച് അശ്രദ്ധരാണ്. റമളാനിലെ അവസാനത്തെ 10 ഭയങ്കര ആവേശത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യും. എന്നാൽ ദുൽഹിജ്ജയിലെ ഈ 10 കുറിച്ച് അവർ അശ്രദ്ധരാണ്. വളരെ ആശ്ചര്യമാണ് ഈ ആളുകളുടെ കാര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവർ ഇതിൽ ശ്രേഷ്ഠത കാണുന്നില്ല എന്നതാണ് സത്യം. ആരെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർ വമ്പിച്ച നന്മയിലാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ 10 ദിവസങ്ങളുടെ ശ്രേഷ്ഠത അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇതിനെ ഗൗരവകരമായി കാണാത്തത്. റമളാനിലെ ഏറ്റവും അവസാനത്തെ 10 പകലുകളേക്കാൾ ശ്രേഷ്ഠമാണെന്നും ജിഹാദിനേക്കാൾ പുണ്യകരമാണ് ഇവിടുത്തെ സൽക്കർമ്മങ്ങളെന്നും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നും ഈ പകലുകളിലാണ് യൗമ അറഫയുള്ളത് എന്നൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ഇഖ്ലാസ് കൂടും, ആത്മാർത്ഥത വർദ്ധിക്കും. ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ പരിവപ്പെടുത്തുവാനും പാകപ്പെടുത്തുവാനും ഒക്കെയുള്ള ശ്രദ്ധ നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇത് നമ്മുടെ സ്വർഗത്തിന്റെ വിഷയമാണ്. നേരത്തെ പറഞ്ഞ ഏത് നിമിഷവും നമ്മളിലേക്ക് കടന്നു വരാവുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, മരണം. ആ മരണത്തിന് മുമ്പ് ഒരുങ്ങാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ സ്വർഗത്തിന്റെ കാര്യത്തിൽ യാതൊരു നിലയ്ക്കും മടി പിടിച്ച് മാറി നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതിൽ എവിടെയെല്ലാം അവസരങ്ങളുണ്ടോ, ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പിന്നെ വളരെ വേഗത്തിൽ ഖേദിച്ച് മടങ്ങുകയും നിങ്ങൾ മത്സരിക്കുകയും നിങ്ങൾ മുൻകടക്കുകയും എന്നുള്ള ഖുർആനിന്റെ കൽപ്പനകൾ ഏറ്റെടുക്കുന്ന സ്വഹാബിമാരുടെയും സച്ചരിതരായ മുൻഗാമികളുടെയും പാത പിന്തുടരുന്ന ആളുകളായി നമ്മൾ മാറണം. പ്രത്യേകിച്ചും പുതിയൊരു തലമുറയ്ക്ക് വലിയൊരു മാർഗദർശകമായി ഈ ദിവസങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അവർക്കും വലിയൊരു വെളിച്ചമായി മാറണം. സഹോദരങ്ങളെ, ഈ സമയത്ത് പുതിയ തലമുറയെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ദുൽഹിജ്ജയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കാൻ അവരെയും പ്രേരിപ്പിക്കുന്ന അങ്ങനെ കുടുംബസമേതം ഒരു നന്മയുള്ള അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ തുറവികൾ ലഭിക്കും. പ്രത്യേകിച്ച് ഒരു സ്കൂൾ തുറക്കുന്ന സമയമാണ്. സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ഒരുപാട് തിന്മകൾ അവരെ മാടി വിളിക്കാവുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് നന്മകളിലേക്ക് മത്സരിക്കുന്ന നല്ല മക്കളായി നമ്മുടെ മക്കൾ മാറണമെന്നുണ്ടെങ്കിൽ ഇത്തരം നന്മകളിൽ ഇത്തരം സുന്നത്തുകളിലൊക്കെ അവരുണ്ടാവേണ്ടതുണ്ട്. സുന്നത്തുകളെ ബോധപൂർവ്വം ഏറ്റെടുക്കുന്ന ഇത് എന്റെ റസൂൽ പറഞ്ഞതുകൊണ്ടാണ്, ഇത് എന്റെ റസൂൽ പറയാത്തതുകൊണ്ട് ഞാൻ ചെയ്യില്ല, പറഞ്ഞതാണ് ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള ഒരു ചിന്ത നമ്മുടെ കുട്ടികളിലേക്ക് വരണമെങ്കിൽ ഈ സുന്നത്തുകളിൽ അവരും ഉണ്ടാവും എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ മരണസമയത്ത് വളരെ കൃത്യമായി തന്നെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളോടുകൂടി മരണപ്പെടുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി ഏറ്റെടുത്ത് ജീവിക്കുന്ന സച്ചരിതരായ ആളുകളിൽ നമുക്ക് ഏവർക്കും ഉൾപ്പെടേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നല്ല മഴയാണ്. മഴ ഓരോ ദിവസവും കൂടി വരികയാണ്. മഴയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. ഒന്ന്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഴ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മഴ. അതുകൊണ്ട് തന്നെ മഴയെ പഴിക്കുന്ന ശപിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മഴ എത്ര അധികരിച്ചാൽ പോലും അതിനെ ശപിക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. മഴ വരുമ്പോൾ മഴ ഏറ്റവും ഹൈറാവാൻ വേണ്ടി അള്ളാഹുവെ ഈ നൽകുന്ന മഴ ഇതിലേക്ക് ഹൈറായ രൂപത്തിൽ ഞങ്ങൾക്ക് പരിവർത്തിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന, അള്ളാഹു മുത്തിർനാബി ഫദ്ലില്ലാഹി വറഹ്മതി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം.
ഇനി മഴ വല്ലാതെ അമിതമാവുകയാണെങ്കിൽ അല്ലാഹുമ്മ ഹവലൈന വലാ അലൈന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹു ഈ മഴ ഉപകാരമുള്ള ഭാഗത്തേക്ക് നീ മാറ്റി കൊടുക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വേണ്ട ആവശ്യമായ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ. നമ്മുടെ കുട്ടികൾ, നീന്തൽ അറിയാത്ത കുട്ടികളുണ്ടാവും, അവരൊന്നും അനാവശ്യമായ അത്രയും വെള്ളക്കെട്ടുകളിലേക്ക് പോകുന്നില്ല എന്ന കാര്യം ഉറപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളും നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നിന്ന് പോലും കേൾക്കുമ്പോൾ നമ്മൾ വലിയ ശ്രദ്ധയുണ്ടാവുന്ന ആളുകളായി മാറണം. ഷോക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ തന്നെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെയൊക്കെ വീട്ടുവളപ്പിലുള്ള ഒരു മരം അത് മറ്റുള്ളവർക്ക്, നമ്മുടെ അയൽവാസികൾക്കോ മറ്റുള്ളവർക്കോ പ്രയാസമാവുമെങ്കിൽ അതിന്റെ ചില്ലകൾ മുറിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ഉള്ള ആളുകളായി നമ്മൾ മാറണം. നമ്മൾ കാരണം മറ്റൊരു പ്രയാസവും ഉണ്ടാവരുത്. അതുപോലെ തന്നെ മഴയാവട്ടെ വെയിലാവട്ടെ എന്ത് വലിയ പ്രയാസങ്ങളുടെയും നമ്മുടെ ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ ഇബാദത്തുകൾ അത് സുബഹി മുതൽ പിന്നെ ഇശ വരെയുള്ള നമസ്കാരങ്ങളാവട്ടെ, നമ്മുടെ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകളാവട്ടെ, ഏതെല്ലാം ആരാധനകളുണ്ടോ പ്രത്യേകിച്ചും ഈ പുണ്യകരമാക്കപ്പെട്ട ദിവസങ്ങളിൽ അതിനൊരിക്കലും മഴയോ മറ്റൊന്നും ഒരു തടസ്സമല്ല എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ആരാധനകളിൽ ഉത്സാഹിക്കുന്ന, അത്തരത്തിൽ ആരാധനകളിൽ ഉത്സാഹിച്ച വസാബിഖു വസാരിഉ എന്നൊക്കെ പറഞ്ഞ അത്തരം സ്വഹാബിമാരുടെ കൂട്ടത്തിൽ, താബികളുടെ കൂട്ടത്തിലൊക്കെ സച്ചരിതരായ മുൻഗാമികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ കുടുംബ ബന്ധുക്കൾ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് രോഗം അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, കടബാധിതരായിട്ടുള്ള ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ഉദവിയും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും മാരകമായ അസുഖങ്ങൾ ബാധിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു അവരുടെ അസുഖങ്ങൾ അത് പെട്ടെന്ന് ശിഫിയാക്കിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമൊക്കെ കൺകുളിരും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജനസമൂഹങ്ങളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം സ്വാതന്ത്ര്യവും അവർക്ക് ഉപജീവനവും എല്ലാം വിശാലമാക്കി നമ്മെ പോലെ സന്തോഷകരമായി ജീവിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസ് നൽകുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في فلسطين. اللهم انصر اخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر للمذنبين والحمد لله رب العالمين.